ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും ഒപ്പം മഹാശക്തിയായ റഷ്യയും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന വൻ ജനസാന്ദ്രതയും ശക്തി പ്രഭാവവും അമേരിക്ക പലപ്പോഴും കണ്ടില്ലെന്നടിക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ പുതിയ നീക്കം മരുന്നുകളുടെ തീരുവ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് ഔഷധ നിർമ്മാണ മേഖലയിൽ വൻ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇത് നടപ്പാക്കാൻ 1.5 വർഷം സമയം അനുവദിച്ചിട്ടുള്ളതിനാൽ കമ്പനികൾക്ക് ആവശ്യമായ സംഭരണവും മുന്നൊരുക്കവും നടത്താനുള്ള സമയം ലഭിക്കുമെന്നുള്ളത് ആശ്വാസമാണ്. എന്നിരുന്നാലും ഇത്തരം നടപടികൾ ഇന്ത്യ, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഉള്ളടക്കവും അവർ ചേർന്നെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെ, ഭാവിയിൽ സ്വീകരിക്കാനിരിക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വാഷിംഗ്ടൺ ഇപ്പോൾ അന്ധകാരത്തിലാണെന്നതാണ് വാസ്തവം. ദീർഘകാലമായി ചൈനയെ ഇന്ത്യയുടെ പരമ്പരാഗത ശത്രുവായി ലോകം കണ്ടിരുന്നു. അതേസമയം അമേരിക്ക ചൈനയുമായി പലപ്പോഴും നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ തീര വിഷയത്തിൽ വാശിയേറിയ സംഘർഷം ഉയർന്നപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യാപാര യുദ്ധം വരെ നടന്നുവെന്നത് നാം കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ട്രംപ് റഷ്യയെയും ലക്ഷ്യമാക്കി. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം കടുത്ത അസന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ അതൊരിക്കലും പരിഗണിക്കാതെ ട്രംപ് 4 തവണ ഫോൺ ചെയ്തിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ശക്തമായ നേതൃത്വവും സ്വതന്ത്ര നിലപാടും ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ലോകത്തിൻ്റെ പോലീസ് നേതാവായി സ്വയം കരുതുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വിളി പോലും സ്വീകരിക്കാത്ത നേതാക്കളുണ്ടെന്ന സത്യമാണ് മോദിയുടെ നടപടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചത്. ട്രംപിന്റെ അനുകൂലികൾക്ക് പോലും അത് വലിയ തിരിച്ചടിയായി തോന്നി. എന്നിരുന്നാലും ഇന്ന് അമേരിക്ക ഒത്തുതീർപ്പിന്റെ വഴിയിലേക്ക് മാറുന്നതായ സൂചനകൾ വ്യക്തമാണ്. ട്രഷറി സെക്രട്ടറിയുടെ പുതിയ പ്രസ്താവനകൾ കടുത്ത പ്രശ്നങ്ങളൊന്നും ഇന്ത്യയുമായി ഇല്ലെന്നും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കാമെന്നുമാണ് വ്യക്തമാക്കുന്നത്. അടുത്തിടെ നടന്ന ഉച്ചകോടിയിൽ മോദി, ഷി ജിൻപിങ്, പുടിൻ എന്നിവർ നടത്തിയ ചർച്ചകളാണ് അമേരിക്കയുടെ നിലപാടിൽ വന്ന ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം എന്നത് സംശയാതീതമാണ്. ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയിലെന്ന് ട്രംപ് തിരിച്ചറിയണം. ഇന്ത്യ ഒരു മഹത്തായ സാമ്പത്തിക ശക്തിയും പ്രതിരോധ ശക്തിയും കൂടിയാണ്. ഒരിക്കൽ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളെ ആശ്രയിച്ചിരുന്നതിനെ എല്ലാം മറികടന്ന് ഇന്ന് ഇന്ത്യ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു. അതിനൊപ്പം ശക്തമായ നേതൃത്വവും ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന തിരിച്ചറിവ് ട്രംപ് സമ്മതിക്കാതെ തരമില്ല. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.